Hi friends, if you're watching my channel for the very first time, this is Adaptree and my name is Teresa. I'm very sorry for the delay. Today I'll be showing a cake recipe. ഓക്കെ, അപ്പോൾ നമുക്ക് വൈകാതെ ഇന്നത്തെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഇത് ഒരു ലെയർ കേക്കിന് ഓരോ ലെയറിന് എന്തോരാ വേണ്ടതെന്ന് കേട്ടോ ഞാൻ റെസിപ്പി പറയുന്നത്. ഒരു ലെയർ കേക്കിന് നമുക്ക് 2 മുട്ട, 1/2 കപ്പ് പാല്, പിന്നെ 4 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നത്തെ യൂസ് ചെയ്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. എന്തെങ്കിലും വെജിറ്റബിൾ യൂസ് ചെയ്യാം. മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതിൻ്റെ ഒരു ചൊവയും സ്മെല്ലൊക്കെ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. സോ സൺഫ്ലവർ ഓയിലാണെങ്കിൽ സ്പെസിഫിക് ടേസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സൺഫ്ലവർ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ 1 കപ്പ് മൈദ. ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് വാനില കേക്കിൻ്റെ ആണ്. വാനില കേക്ക് നമ്മളിത് 2 കേക്കായിട്ടാണ് ഉണ്ടാക്കിയത്. നമ്മൾ കൊക്കോ പൗഡർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 കപ്പ് മൈദ, 1/2 കപ്പ് കൊക്കോ പൗഡർ, 1/2 കപ്പ് പൗഡർ ഷുഗർ, പാല് 3/4 കപ്പ് ലുക്ക് വാം പാല് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1 ടീസ്പൂൺ വിനേഗർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. നമ്മൾ വെജിറ്റബിൾ യൂസ് ചെയ്യുന്ന ടേബിൾ സ്പൂൺ ആട്ടോ, 4 ടേബിൾ സ്പൂണാണ്. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ അരിച്ച് ലംസ് ഒന്നും ഇല്ലാതെ അരിച്ചെടുത്തിട്ട് വെറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. നമുക്ക് മിക്സിയിലിട്ടാണെങ്കിലും മിക്സ് ചെയ്യാം. ബ്ലെൻഡർ വേണമെന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് മിക്സ് ചെയ്യാം. വിപ്പ് ചെയ്യുന്ന പോലെ എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ ഇതിനകത്ത് 2 ഐസിങ് കാണിച്ചിട്ടുണ്ട്. ബട്ടർ ക്രീമും കാണിച്ചിട്ടുണ്ട്, ഞാൻ വിപ്ഡ് ക്രീമും കാണിച്ചിട്ടുണ്ട്. വിപ്ഡ് ക്രീം നമുക്ക് മേടിക്കാൻ കിട്ടും. വിപ്പിംഗ് ക്രീമായിട്ട് തന്നെ മേടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ വിപ്പിംഗ് പൗഡർ നല്ല തണുത്ത പാല് യൂസ് ചെയ്യാം. ബട്ടർ ക്രീം ആണെങ്കിൽ ഒരു 2 പാക്ക് ബട്ടറും ഐസിങ് ഷുഗർ വീട്ടിൽ തന്നെ ഉണ്ടാക്കണമെങ്കിൽ 4 പാർട്ട് ഷുഗറും ഒരു 2 to 3 ടേബിൾ സ്പൂൺ ഓഫ് കോൺഫ്ലവർ ആഡ് ചെയ്താൽ നമുക്ക് ഐസിങ് ഷുഗർ കിട്ടും. ഇത് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത് 2ാമത്തെ കേക്കാട്ടോ. ഞാൻ ആദ്യത്തെ കേക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഹാഫ് വെച്ച് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ സെക്കൻഡ് കേക്ക് ഞാൻ ടോട്ടലി ഉണ്ടാക്കിയത് ഡാർക്ക് ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കിയത്. സെയിം റെസിപ്പി തന്നെ. അതിനകത്ത് കൊക്കോ പൗഡറും 2 ടീസ്പൂൺ കോഫി മിക്സ് ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ ഞാൻ വെച്ചിരിക്കുന്നത് വിപ്പിംഗ് ക്രീമിനകത്ത് കുറച്ച് പീനട്ട്സ് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ പീനട്ട്സ് കൂടെ മിക്സ് ചെയ്തിട്ട് വിപ്പിംഗ് ക്രീം അറേഞ്ച് ചെയ്ത് 2 ലെയർ യൂസ് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഒരു ടോപ്പ് ലെയർ വേറെ കൊടുത്തിട്ടുണ്ട്. നാട്ടിലിപ്പോൾ നല്ല ഹ്യൂമിഡ് ക്ലൈമറ്റ് ആയതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ലെയർ ഇട്ട് കഴിയുമ്പോൾ വിപ്പിംഗ് ക്രീം ഇപ്പം അലുത്ത് പോവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ഇടയ്ക്ക് ഫ്രീസറിൽ വെക്കുക. ഫ്രീസറിൽ തന്നെ ഒരു 20 മിനിറ്റ്സ് വെച്ചിട്ട് പുറത്തെടുക്കുക. പിന്നെ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാറിൻ്റെ ജീപ്പിൻ്റെ ഷേപ്പിലാണ്. അപ്പോൾ എന്ത് കൈൻഡ് ഓഫ് ഹെവി വെഹിക്കിളാണെന്നൊക്കെ കണ്ടാൽ മനസ്സിലാവും അറ്റ് ദി എൻഡ്. പിന്നെ ഞാൻ ഇതിൻ്റെ പുറമെ യൂസ് ചെയ്തിരിക്കുന്നത് ചോക്ലേറ്റ് ഗനാഷാണ്. അതിന് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് മേടിച്ചിട്ട് ഡബിൾ ബോയിലറിലിട്ട് മെൽറ്റ് ചെയ്തെടുത്താൽ ചോക്ലേറ്റ് ഗനാഷ് കിട്ടും. മെൽറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ 1 ടീസ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലോ ഇട്ട് കൊടുത്താൽ നമുക്ക് ഗനാഷാക്കി കിട്ടും. ഗനാഷ് തേച്ചതിന് ശേഷം നമ്മൾ പിന്നെയും ഒരു 20 മിനിറ്റ്സ് ഫ്രീസറിൽ ഉറക്കി. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മെൽറ്റ് ആകുവാന്ന് തോന്നുവാണെങ്കിൽ ഫ്രീസറിൽ വെക്കണം കേട്ടോ. കാരണം ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇനി ഫോണ്ടൻ്റ് ഇടും. ഫോണ്ടൻറ്റും ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ കുറച്ച് അലുത്ത് പോവും. ഫോണ്ടൻറ്റ് ഞാൻ റെഡിമെയ്ഡ് മേടിക്കുകയാണ് ചെയ്തത്. നമുക്കല്ലാതെയും ഫോണ്ടൻ ഉണ്ടാക്കുന്നൊരു വീഡിയോ പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന റെഡ് ഫോണ്ടൻറ്റും ബ്ലാക്ക് ഫോണ്ടൻറ്റും ഇടയ്ക്ക് വൈറ്റ് ഫോണ്ടൻറ്റും യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഐസിങ് ഷുഗറിൽ ഇട്ടാണ് നമ്മൾ നീഡ് എടുത്തിരിക്കുന്നത്. നല്ലോണം നീഡ് ചെയ്ത് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുന്ന അത്രയും നീഡ് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ കളർ വേണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ റെഡ് ജെൽ കളർ ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് റെഡിമെയ്ഡ് കിട്ടുന്ന റെഡ് ഫോണ്ടന് അത്രയും കളർ കുറവായിരുന്നു. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വെഹിക്കിളിൻ്റെ കട്ടിങ് കളർ ഇച്ചിരി കുറവായതുകൊണ്ടാണ് ഞാൻ റെഡ് ജെൽ കളർ യൂസ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നല്ലോണം നീഡ് ചെയ്തെടുക്കാം. നീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് പരത്തിയെടുക്കണം. ഒരു എന്താ പറയുക, ഒരു 1 to 2 mm മില്ലിമീറ്റർ തിക്നെസ്സിൽ 1 mm 1 to 2 mm ഇടയ്ക്ക് തിക്നെസ്സിൽ നമുക്കിത് പരത്തിയെടുക്കാം. ഇതിൽ കൂടിയാൽ കട്ടി കൂടിയാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. കട്ടി കുറഞ്ഞ ഇത് ഇങ്ങനെ ക്രാക്സ് വരും ഇതിൽ. അത് അങ്ങനെ നീഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് അങ്ങ് സ്പ്രെഡ് ചെയ്ത്, ഇപ്പോൾ കണ്ടോ ഇച്ചിരി ചില സ്ഥലത്ത് ഇച്ചിരി തിക്നെസ് കുറഞ്ഞതുകൊണ്ടാണ് അത് ക്രാക്ക് ആവുന്നത്. 1-2 സ്ഥലത്തേ ഉള്ളൂങ്കിൽ നമുക്കത് വെള്ളം ഉപയോഗിച്ച് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ ശരിയാക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ സ്പ്രെഡ് ചെയ്തെടുക്കുക. എന്നിട്ട് വേണ്ടാത്ത ഭാഗങ്ങൾ ഇങ്ങനെ ഒരു സിസർ വെച്ച്
കട്ട് ചെയ്തെടുത്താൽ മതി. നൈഫിനെ കട്ട് ബെറ്റർ സിസറായിരിക്കും. കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ടിത് ഓരോ തവണയും ഇതിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നു കേട്ടോ. കാരണം ഇത് പെട്ടെന്ന് മെൽറ്റ് ആവുന്നുണ്ടായിരുന്നു. ഷുഗർ ആയതുകൊണ്ട് റൂം ടെമ്പറേച്ചറിൽ മെൽറ്റ് ആവും. ഫോണ്ടൻ്റ് മെൽറ്റ് ആയി കഴിഞ്ഞാൽ അതിങ്ങനെ അലുത്ത് ഒഴുകി താഴെ വന്നാൽ പിന്നെയും നമ്മൾ പരത്തി എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനത് ഫ്രീസറിൽ വെക്കുന്നുണ്ടായിരുന്നു. ഇതുപോലെ വേണ്ട ഓരോ പാർട്സിൻ്റെയും നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഫോണ്ടൻ്റ് നീഡ് ചെയ്തെടുത്ത് പരത്തി എടുത്തിട്ട് ആവശ്യാനുസരിച്ചും കട്ട് ചെയ്തെടുക്കണം. ഞാൻ കട്ട് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന നമുക്ക് ആ സമയത്ത് അടുക്കളയിൽ എന്താണ് അവൈലബിൾ, ഇപ്പോൾ ബേബി ബോട്ടിലിൻ്റെ ടാപ്പാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത് ഇടയ്ക്ക്. പിന്നെ നൈഫ് വെച്ച് നമുക്ക് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് ഐസിങ് ഷുഗറിൽ വെച്ചാണ് കട്ട് ചെയ്യേണ്ടത്. കാരണം ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് പെട്ടെന്ന് നൈഫിൽ വന്ന് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ നമ്മൾ പരത്തുന്ന സർഫസിൽ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇച്ചിരി നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുമ്പോഴത്തേക്കും കുറച്ച് പൊടി സ്പ്രെഡ് ചെയ്യത്തില്ല, അതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഐസിങ് ഷുഗറിൻ്റെ മുകളിലിട്ടിട്ട് വേണം ഇത് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ. ഇങ്ങനെ ഓരോരോ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളത് നമ്മുടെ ഇതിനകത്തേക്ക് പിടിപ്പിക്കും. പിന്നെ ഇതിന് ഓരോ ടൂൾസ് ഉണ്ട്. ടൂൾസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് യൂഷ്വലി ക്ലേ മോഡലിങ്ങിനോ കേക്ക് ബേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ടൂൾസാണ്. വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ഷേപ്പിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പ്ലാസ്റ്റിക് സ്കെയിലോ കൈ കൊണ്ടൊക്കെ ഷേപ്പാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അടുത്തത് കാണിക്കാൻ പോകുന്നത് ഞാൻ ടയർ എങ്ങനെ ഉണ്ടാക്കിയത്. ഞാൻ അതിന് ടയറിൻ്റെ ഷേപ്പിലുള്ള നമുക്ക് മോൾഡ് മേടിക്കാൻ കിട്ടും. മോൾഡ് യൂസ് ചെയ്തു. ഞാൻ ആദ്യം ഉണ്ടാക്കിയത് ഫോണ്ടൻ്റ് വെച്ചാട്ടോ. ഫോണ്ടൻ്റ് പക്ഷേ ഫ്രീസറിൽ വെച്ചിട്ടും അത് പെട്ടെന്ന് അലുത്ത് പോയിട്ട് നമുക്ക് പിടിപ്പിക്കാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് തന്നെ മെൽറ്റ് ചെയ്തിട്ട് ഈ ഷേപ്പിലേക്ക് ആക്കിയെടുക്കുമായിരുന്നു. ഇതാ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ഗ്രില്ലൊക്കെയാണ്. അതും ഇങ്ങനെ ഷേപ്പിൽ ചെയ്തെടുക്കാം. പിന്നെ സിൽവർ ഡസ്റ്റ് യൂസ് ചെയ്തു പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എഡിബിൾ സിൽവർ ഡസ്റ്റാണ്. ഇതൊക്കെ നമുക്ക് കേക്ക് ബേക്കിംഗ് ഷോപ്പിൽ മേടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ ആമസോണിലൊക്കെ ഒത്തിരി കോസ്റ്റൊന്നുമില്ല. നമുക്കിത് ആമസോണിലാണെങ്കിലും മേടിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഓരോ പാർട്ട് ബൈ പാർട്ട് ഇൻഡിക്കേറ്റർ, ലൈറ്റ്, ബാക്ക് ലൈറ്റ്, ഫ്രണ്ട് ലൈറ്റൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഫ്രീസറിൽ വെക്കണം. അതാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്, ഇടയ്ക്ക് ഫ്രീസറിൽ വെക്കണം. കാരണം അത് പെട്ടെന്ന് മെൽറ്റ് ആവും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോരോ പാർട്ട് ബൈ പാർട്ട് നമ്മളിങ്ങനെ പിടിപ്പിക്കും. നമുക്കിനി വണ്ടി ഇങ്ങനെ ഇച്ചിരി പൊക്കി വെക്കണം. നമുക്ക് ടയർ പിടിപ്പിക്കണ്ടേ, അതിന് ഇച്ചിരി പൊക്കി വെക്കണം. ഞാനങ്ങനെ കുറേ സാധനങ്ങൾ ട്രൈ ചെയ്തിട്ടോ ഇതിങ്ങനെ പൊക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഒന്നും ഇപ്പം നമ്മൾ വണ്ടി ഒരു സൈഡിലേക്ക് ചെരിയും അങ്ങനെയൊക്കെ ആവുമായിരുന്നു. അവസാനം ഞാനൊരു കാണാൻ അത്ര വലിയ ഭംഗി ഉണ്ടാവില്ല. ബട്ട് ഞാൻ പറഞ്ഞില്ല, ഇത് ഉണ്ടാക്കുന്നതിൻ്റെ പർപ്പസ് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് വീഡിയോ പോലെ ഇട്ടതാണ്. ഞാൻ ഇച്ചിരി 2-3 ലെയർ ബ്രെഡിൻ്റെ മുകളിലാണ് ഈ വണ്ടി കയറ്റി വെച്ചിട്ട് പിന്നെ ടയർ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമോ ബട്ടർ ക്രീമോ വെച്ചിട്ട് പിടിപ്പിക്കുക. കാരണം ഇത് ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ കുത്തി വെക്കാനായിട്ട്, ഹാർഡായിരിക്കില്ല. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ, ടാറാണ് ഉണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ടാറ് പോലെ ആയോ എന്നൊന്നും അറിയാൻ പാടില്ല. ഉദ്ദേശിച്ചതാണ്. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ ക്ലേ മോഡലിംഗ് ചെയ്യണ പോലെ അത്ര പെർഫെക്ഷനിലൊന്നും കിട്ടത്തില്ല. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സ്പഞ്ചിയാണ്. കേക്ക് ഉണ്ടാകുമ്പോൾ അത്ര പെർഫെക്ഷനൊന്നും കിട്ടില്ല. അപ്പം എഡ്ജസ് ഒക്കെ അത്ര ഷാർപ്പായിരിക്കില്ല. ഞാൻ ഓൾറെഡി കണ്ടില്ല, ഇത് ലൈറ്റ് ഗ്ലേസ് വരുന്നത് മെൽറ്റായി തുടങ്ങുന്നുണ്ട്. ഗ്ലേസ് വന്നിരിക്കുന്നത് ധാറുണ്ടാക്കാനാട്ടോ ശ്രമിച്ചിരിക്കുന്നത്. അത്യാവശ്യം കുറച്ച് കലാപരിപാടികൾ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ. ഇത് സ്പെഷ്യലി കേക്ക് ഉണ്ടാക്കിയതാണ്. ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ കേക്കുകളൊക്കെയാണ്. വെറുതെ ചായക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ കേക്ക് ഉണ്ടാക്കും. അങ്ങനത്തെ കേക്കുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെൻ്റെ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ കേക്കാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ റെസിപ്പി ഞാൻ എൻഡിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, പ്രൊഫഷണൽ ബേക്കിംഗ് ഒന്നും അല്ലാത്തതുകൊണ്ട് അത്ര പെർഫെക്ഷൻ ആയിട്ടില്ല. എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കും. And thank you for watching. If you like today's video, please do subscribe, share and promote Adaptree. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.